ഹലോ ഗായ്സ്, എല്ലാവർക്കും SBS ഗാർഡൻ്റെ വേറൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കുറേ നാളായി വീഡിയോ ഇടാൻ പറ്റാറില്ല, കുറച്ച് ഗ്യാപ്പ് വന്നു എന്നറിയാം. കുറച്ച് കാര്യങ്ങളും തിരക്കുകളും എല്ലാം പെട്ട് നമുക്ക് വീഡിയോ ഇടാൻ പറ്റാഞ്ഞതാണ്. ഓക്കെ, അപ്പോൾ ഇന്ന് കുറച്ച് വെറൈറ്റീസായിട്ട് ഞങ്ങൾ വീണ്ടും വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വേഗം തന്നെ വെറൈറ്റീസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ആദ്യത്തെ വെറൈറ്റി എന്ന് പറയുന്നത് ഈ കാണുന്ന മിസ് ആലീസ് എന്ന് പറയുന്ന വൈറ്റ് ഫ്ലവറാണ് കേട്ടോ. നല്ല ഭംഗിയുള്ള നിറയെ പൂക്കൾ തരുന്നൊരു ഫ്ലവറാണ് മിസ് ആലീസ് എന്ന് പറയുന്നത്. നല്ലൊരു ഹെൽത്തി പ്ലാന്റ് തന്നെയാണ്. ഇവിടെ നമ്മളിപ്പോൾ കൊടുക്കുന്നതെല്ലാം നല്ല നല്ല മദർ പ്ലാന്റ് ആണ്, ഹെൽത്തി ആയിട്ടുള്ളത്. ഏകദേശം ഇതാണ് പ്ലാന്റ് സൈസ് വരുന്നത്. നമുക്ക് മദർ പ്ലാന്റ്സ് ആണ് ഈ കാണുന്നത്. ഇതാണ് മിസ് ആലീസിൻ്റെ മദർ പ്ലാന്റ്സ് കേട്ടോ. ഇതിൻ്റെ റേറ്റ് വരുന്നത് 200 ആണ് കേട്ടോ. നെക്സ്റ്റ് ഈ കാണുന്ന ചിത്ര വെറൈറ്റിയാണ് കേട്ടോ അടുത്ത പ്ലാന്റ്. ഇതാണ് അതിൻ്റെ നിറയെ ഫ്ലവറിങ് ആയിട്ട് നിൽക്കുന്ന പ്ലാന്റ്സ് ആണ് ഇതിപ്പോൾ. ഓക്കെ, കുറച്ചെണ്ണം നമുക്ക് ഫ്ലവറിങ് കഴിഞ്ഞിട്ടുള്ളതുണ്ട്. ഇതിപ്പോൾ നമ്മൾ ഫ്ലവറിങ് ആയിട്ട് നിൽക്കുന്നതാണ്. ഇവിടെ ഫ്ലവറിങ് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതാണ് നമ്മുടെ നെക്സ്റ്റ് ഒരു വെറൈറ്റി എന്ന് പറയുന്നത്. വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള സ്റ്റോക്കാണ് നമ്മുടെ കയ്യിലുള്ളത്, അപ്പോൾ വേഗം തന്നെ ഓർഡർ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇതാണ് അടുത്ത വെറൈറ്റി, ചിത്രയുടെ വെറൈറ്റിയാണിത്. ഇതാണ് ഏകദേശം എല്ലാം നല്ല മദർ പ്ലാന്റ്സ് ആണ്. ഇങ്ങനെയാണ് പ്ലാന്റ് സൈസ് വരുന്നത്. ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് 280 ആണ് കേട്ടോ. ഇതാണ് നമ്മുടെ ചിത്രയുടെ പ്ലാന്റ്സിൻ്റെ സൈസ് വരുന്നത്. ഇങ്ങനെയാണ് കേട്ടോ. ഇത്രയും വലിയ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് വരുന്നത് കണ്ടോ. അപ്പോൾ സൈസ് നോക്കുക. നിറയെ ഫ്ലവറിംഗ് ഒക്കെ കഴിഞ്ഞിട്ടും അതേപോലെ തന്നെ ആയിക്കൊണ്ടിരിക്കുന്ന പ്ലാന്റ്സ് ആണ് കംപ്ലീറ്റ് കേട്ടോ. നെക്സ്റ്റ് നമ്മുടെ വെറൈറ്റി എന്ന് പറയുന്നത് ജയയാണ് കേട്ടോ. ഈ കാണുന്ന ജയയുടെ ഫ്ലവറാണ്. നല്ല ഭംഗിയാണ് കാണാൻ, നിറയെ ഫ്ലവറിങ്ങും തരുന്നതാണ്. നമ്മുടെ ഓറഞ്ചിൽ നിന്ന് കണ്ടോ, ഒരു ഓറഞ്ച് ഫ്ലവറിൽ നിന്നും ഒരു പിങ്ക്, ബേബി പിങ്ക് ഇതിലേക്ക് ഷെയ്ഡ് മാറുന്ന ഒരു ഫ്ലവറാണ്. പക്ഷെ നിറയെ ഫ്ലവറിങ് ഉള്ള പ്ലാന്റ് ആണ് ജയ. അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് 280 ആണ് കേട്ടോ. നമുക്ക് ജയയുടെ ചെറിയ സൈസ് പ്ലാന്റ് അവൈലബിൾ ആണ്, പക്ഷേ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള സ്റ്റോക്കേ ഉള്ളൂ. അതുകൊണ്ട് വേഗം തന്നെ ഓർഡർ ചെയ്യാം. താഴെ കാണുന്ന കോൺടാക്റ്റ് നമ്പറിൽ വേഗം തന്നെ DM ചെയ്യൂ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ചെറിയ സൈസ് പ്ലാന്റ് ഞാൻ കാണിച്ചു തരാം. ഇതാണ് കേട്ടോ നമ്മുടെ ജയയുടെ ചെറിയ സൈസ് പ്ലാന്റ് വരുന്നത്. നല്ല ഫ്ലവറിങ്ങോട് കൂടി തന്നെ നിൽക്കുന്ന ചെറിയ സൈസ് ആണെങ്കിലും നല്ല ഫ്ലവറിങ് ആയിട്ട് നിൽക്കുന്ന പ്ലാന്റ് ആണ്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 120 ആണ് കേട്ടോ. നമ്മുടെ കയ്യിൽ ആകെ ഈ ഒരു പീസ് ചെറുത് അവൈലബിൾ ആയിട്ടുള്ളൂ. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള പ്ലാന്റ്സ് ലിമിറ്റഡ് ആയതുകൊണ്ട് തന്നെ വേഗം തന്നെ ഓർഡർ ചെയ്യും. നെക്സ്റ്റ് നമ്മുടെ കയ്യിൽ വരുന്നത് ടാങ്ലോങ് ആണ് കേട്ടോ. ഇത് പീച്ച് ടാങ്ലോങ് ആണ്. ഇതിൻ്റെ നിറയെ ഇപ്പോൾ ഫുള്ളും കണ്ടോ, ഏകദേശം എല്ലാം നിറയെ ഫ്ലവറായിട്ട് നിൽക്കുന്ന പ്ലാന്റ് ആണിത്. ഇത് മദർ പ്ലാന്റ് ആണ്. ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് 280 ആണ് കേട്ടോ. നെക്സ്റ്റ് നമ്മുടെ കയ്യിൽ വരുന്നത് ഈ ഒരു ലൈറ്റ് ആയിട്ടുള്ള ബേബി പിങ്കിൻ്റെ ഒരു വെറൈറ്റിയാണ് കേട്ടോ, ബോഗൺവില്ലയുടെ. ഇത് നല്ല ബേബി പിങ്ക് ആണ് കാണാനായിട്ട്. പക്ഷേ ഇതിൻ്റെ കറക്റ്റ് ഐഡിയ നമുക്കറിയില്ല. പക്ഷേ ഇതിൻ്റെ കളർ എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ. നിറയെ ഫ്ലവർ വരുന്ന ഒരു പ്ലാന്റ് ആണേ. ഓക്കെ, ഇത് മദർ പ്ലാന്റ് തന്നെയാണ്. ഓക്കെ, ഇങ്ങനെയാണ് പ്ലാന്റ് വരുന്നത്, പ്ലാന്റ് സൈസ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് 180 ആണ് കേട്ടോ. നെക്സ്റ്റ് നമ്മുടെ കയ്യിൽ വരുന്നത് ഈ ഒരു ലാവെൻഡർ വെറൈറ്റിയാണ് കേട്ടോ. ഇത് നിറയെ ഇതേപോലെ നിറയെ ഫ്ലവറിങ് തരുന്ന ഒരു ബോഗൺവില്ലയാണിത്. ഓക്കെ, ഇതാണ് അതിൻ്റെ പ്ലാന്റ് സൈസ് വരുന്നത്. നല്ല ബുഷി ആയിട്ടുള്ളൊരു പ്ലാന്റ് ആണ് കേട്ടോ. നമുക്ക് ഇതിൻ്റെ കറക്റ്റ് ഐഡിയ നമുക്കറിയില്ല, അറിയുന്നവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഈ ഒരു പ്ലാന്റിന് വരുന്ന റേറ്റ് എന്ന് പറയുന്നത് 180 ആണ് കേട്ടോ. നെക്സ്റ്റ് വരുന്നത് ഈ ഒരു ജ്വൽ പിങ്ക് ആണ്. എല്ലാം നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ്. നിറയെ ഫ്ലവറിങ് ആയിട്ട് നിൽക്കുന്ന പ്ലാന്റ്സ് ആണ് കണ്ടോ. ഇങ്ങനെ വരുന്ന പ്ലാന്റ്സ് ആണ്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 180 ആണ്. നെക്സ്റ്റ് വരുന്നത് നമ്മുടെ ഈ സാക്കിറാന പിങ്ക് ആണ് കേട്ടോ. ഇതാണ് ഇതിൻ്റെ ഫ്ലവറിങ് ഇപ്പോൾ നിറയെ വന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്ലാന്റ് ഇത് കണ്ടോ. ഇതാണ് ഇതിൻ്റെ ഏകദേശം നമ്മുടെ ഫ്ലവറിങ്ങിൻ്റെ ആ ഒരു കളർ എന്ന് പറയുന്നത് ഇങ്ങനെയാണ് കേട്ടോ. കണ്ടോ, ഇതിൻ്റെ നിറയെ ഫ്ലവറിങ് ആയിട്ട് നിൽക്കുന്നതിൻ്റെ ഞാൻ കാണിച്ചു തരാം. ഇതാണ് അതിൻ്റെ നിറയെ ഫ്ലവറിങ് ആയിട്ട് നിൽക്കുന്ന പ്ലാന്റ് എന്ന് പറയുന്നത് കണ്ടോ. നമുക്ക് ഈ
നമ്മൾ ഈ വീഡിയോയിൽ കാണുന്ന കളറല്ല ആക്ച്വലി. എല്ലാവർക്കും പിങ്ക് ആണെന്ന് പറയുമ്പോൾ എല്ലാം നോർമൽ പിങ്ക് അല്ലേ എന്നുള്ളൊരു ഡൗട്ട് പൊതുവേ വരാറുണ്ട്. എല്ലാം സെയിം കളർ പിങ്ക് ആണെന്നുള്ളത്. അങ്ങനെയല്ല, നമ്മുടെ നോർമൽ മെജന്ത കളർ എന്ന് പറയുന്ന ആ ഒരു പിങ്ക് അല്ല ഇത് നേരിട്ട് കാണുമ്പോഴാണ് നമുക്ക് അതിൻ്റെ കളറിൻ്റെ ആ ഒരു ഇത് കുറച്ചും കൂടി മനസ്സിലാവുന്നത് കേട്ടോ. ഇത് ഭയങ്കര ഡാർക്കായിട്ടുള്ള ഒരു പർപ്പിൾ മിക്സ് പോലത്തെ പിങ്കാണ് ഇതിൽ വരുന്നത് കേട്ടോ. സക്കിറാനയുടെ ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് 200 ആണ് കേട്ടോ. നെക്സ്റ്റ് വരുന്നൊരു വെറൈറ്റി എന്ന് പറയുന്നത് SP ആണ് കേട്ടോ. അത് കണ്ടോ, നല്ല ഭംഗിയുള്ള ഫ്ലവേഴ്സാണ് ഇതിൽ വരുന്നത്. ഓറഞ്ചും അതേപോലെ തന്നെ പിങ്കും അതേപോലെ പീച്ചും ഒക്കെ കൂടി മിക്സ് ആയിട്ടുള്ള ഒരു ഫ്ലവറാണ്. ഇത് മദർ പ്ലാന്റ് ആണ്. ഇതാണ് ഇതിൻ്റെ പ്ലാന്റ് സൈസ് വരുന്നത്. ഇത് കണ്ടോ, അപ്പോൾ അത് കംപ്ലീറ്റ് ആയിട്ട് ഇതേപോലെ നോക്കുക, നല്ല ഫ്ലവറിങ് ആയിട്ട് നിൽക്കുന്ന പ്ലാന്റ്സ് ആണ്. കണ്ടോ, ഇത്രയും ഫ്ലവറിങ് ആയിട്ട് നിൽക്കുന്ന ഒരു മദർ പ്ലാന്റ് ആണ് കേട്ടോ. ഇതിൻ്റെ റേറ്റ് വരുന്നത് 200 ആണ്. കാരണം നെക്സ്റ്റ് നമ്മുടെ കയ്യിൽ വരുന്നത് ഡോക്ടർ റാവുവിൻ്റെ വെറൈറ്റിയാണ് കേട്ടോ. ഇതാണ് ഡോക്ടർ റാവുവിൻ്റെ ഫ്ലവറിങ് വരുന്നത്. നല്ല റെഡിഷ് കളറാണ്. നമുക്ക് മദർ പ്ലാന്റ് സൈസിലാണ് എല്ലാം വരുന്നത്. ഇതാണ് അതിൻ്റെ ഫ്ലവറിങ് കേട്ടോ. ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് 180 ആണ്. അപ്പോൾ നെക്സ്റ്റ് വെറൈറ്റി എന്ന് പറയുന്നത് ഈ കാണുന്ന മിസ് വേൾഡിൻ്റെ വെറൈറ്റിയാണ് കേട്ടോ. നിറയെ ബുഷി ആയിട്ട് ഫ്ലവേഴ്സായിട്ട് കണ്ടോ ഇങ്ങനെ നിൽക്കുന്ന പ്ലാന്റ്സ് ആണ്. ഇത്രയും വലിയ മദർ പ്ലാന്റ് ആണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ. ഓക്കെ, ഫ്ലവറിങ്ങോട് കൂടി തന്നെ നമ്മൾ അയച്ചു കൊടുക്കുന്നതായിരിക്കും വേണ്ടവർക്ക്. കൊറിയർ സർവീസ് അവൈലബിൾ ആണ്. അല്ലാത്തവർക്ക് നേരിട്ട് വന്ന് എടുക്കാം. പാലക്കാടാണ് പ്ലേസ് വരുന്നത്. ഓക്കെ, ബാക്കി ഡീറ്റെയിൽസിന് വേണ്ടിയിട്ട് താഴെ കോൺടാക്റ്റ് നമ്പർ കൊടുത്തിട്ടുണ്ട്, കോൺടാക്റ്റ് ചെയ്യൂ. പിന്നെ അതേപോലെ തന്നെ ഇതിൻ്റെ റേറ്റ് വരുന്നത് നമുക്ക് 400 ആണ്. കാരണം ഇത്രയും വലിയ ബുഷി ആയിട്ടുള്ള ഇത്രയും വലിയ പ്ലാന്റ് ആണ് കേട്ടോ നമ്മൾ കൊടുക്കുന്നത്. നിറയെ കംപ്ലീറ്റ് കണ്ടോ ഫ്ലവറിങ് ആയിട്ട് നിൽക്കുന്ന പ്ലാന്റ് ആണ്. നല്ല ഷെയ്ഡ് ചേഞ്ച് വന്നുകൊണ്ടിരിക്കുന്ന പ്ലാന്റ്സ് ആണ്. കണ്ടോ, മിസ് വേൾഡിൻ്റെ പ്ലാന്റ്സ് എന്ന് പറയുന്നത് ഈ ഒരു വൈറ്റിൽ നിന്ന് കംപ്ലീറ്റ് ഇതേപോലെ പിങ്കിലോട്ട് കണ്ടോ ഇങ്ങനെ ഷെയ്ഡ് മാറിക്കൊണ്ടിരിക്കുന്ന പ്ലാന്റ്സ് ആണ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോസിൽ ഉള്ള വെറൈറ്റീസ്. അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെയും എല്ലാവരും ടേക്ക് കെയർ, ബൈ.